ഹലോ, ഏവർക്കും സ്മാർട്ട് പി എസ് ഓൺലൈനിലേക്ക് സ്വാഗതം. നമ്മുടെ 2023 10th ലെവൽ 1000 ചോദ്യങ്ങളുടെ സീരീസ് 2 വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾ മനോഹരമായി ചെയ്ത് മാർക്കൊക്കെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. അത് കാണാൻ കഴിയുന്നതിൽ സന്തോഷമുണ്ട്. ഓക്കെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 30 ചോദ്യങ്ങളാണ്. 30 ചോദ്യങ്ങളിൽ ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, ബയോളജി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, അത്യാവശ്യം സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് കട്ട് ഓഫ് ആയിട്ട് ഞാൻ വയ്ക്കുന്നത് 24 മാർക്കാണ്. ഒരുപാട് പുതിയ കുട്ടികളൊക്കെ ചെയ്യുന്നില്ലേ, അതുകൊണ്ട് നമുക്ക് കട്ട് ഓഫ് കുറച്ച് വയ്ക്കാം. 24 മാർക്ക് കട്ട് ഓഫ് ആയിട്ട് വയ്ക്കുകയാണ്. കട്ട് ഓഫിനകത്ത് വരികയാണെങ്കിലും ഇല്ലെങ്കിലും മസ്റ്റായിട്ട് മാർക്ക് കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾ തന്നെ സ്വയം മനസ്സിലാക്കുകയും വേണം. അപ്പോൾ അടിപൊളിയായിട്ട് എല്ലാവരും ചെയ്യുക. നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് പോകാം. പിന്നെ നമ്മുടെ LDC, LGS, LPUP ഓൺലൈൻ ബാച്ചുകളുണ്ട് ഞങ്ങൾക്ക്. ഗൂഗിൾ മീറ്റ് ലൈവ് ക്ലാസ് മാത്രമേ ഉള്ളൂ. റെക്കോർഡ് ക്ലാസ് ഞങ്ങൾ നൽകുന്നില്ല, ലൈവ് ക്ലാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനൊരു നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിലേക്ക് എന്ത് ചെയ്യുക, കോൺടാക്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. അടിപൊളിയായിട്ട് എല്ലാം ചെയ്യുക. ഓക്കെ പിള്ളേരെ, അപ്പം നമുക്ക് ഇന്നത്തെ ചോദ്യങ്ങളിലേക്ക് പോകാമേ. ഇന്നത്തെ ചോദ്യം വന്നിരിക്കുന്നത് ഇന്ത്യൻ ഹിസ്റ്ററി എന്നുള്ള ചോദ്യങ്ങളുണ്ട്, ബയോളജി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ ചോദ്യം ശ്രദ്ധിച്ച് ഞാൻ ഉത്തരം പറയുന്നതിന് മുമ്പ് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ശരി. അപ്പോൾ ഒന്നാം ചോദ്യം, ഒരു ദിവസം നമ്മുടെ വായിൽ വീഴാൻ പോകുന്ന ചെറി എന്ന് അവധിനെ വിശേഷിപ്പിച്ചത് ആരാണ്? ഓപ്ഷൻസൊക്കെ ഒന്ന് നോക്കി, ഉത്തരം കിട്ടുന്നുണ്ടോ നോക്കിയേ പിള്ളേരെ. കിട്ടിയ വാക്കെങ്കിലും അതിൻ്റെ ഉത്തരം ഡൽഹൌസി പ്രഭുവാണ്. ആരാണ്? ഡൽഹൌസി പ്രഭുവാണ് എൻ്റെ ഉത്തരം കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി, ഡൽഹൌസി പ്രഭുവാണ് ആൻസർ. ഓക്കെ, ഈ ഡൽഹൌസി പ്രഭുവിനെ കുറിച്ച് എന്തൊക്കെ അറിയാം നിങ്ങൾക്ക്? എന്തൊക്കെ അറിയാം? ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ്, എഴുതി വെച്ചോണേ. ആധുനിക ഇന്ത്യയുടെ സ്രഷ്ടാവ് എന്നറിയപ്പെടുന്നത് ഇദ്ദേഹത്തെയാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറലുമാരാണ് ഡൽഹൌസിയാണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറലും ആരാണ്? ഡൽഹൌസിയാണ്. അതുപോലെ ഇന്ത്യൻ റെയിൽവേയുടെ പിതാവ്, ഇന്ത്യൻ ടെലഗ്രാഫിൻ്റെ പിതാവ്, ഇന്ത്യൻ തപാൽ സംവിധാനത്തിൻ്റെ പിതാവ്, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിൻ്റെ പിതാവ്. എന്തൊക്കെ പറയുന്ന ഓർമ്മയുണ്ട? ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ്, ഒന്നാമത്തെ പോയിന്റ്. ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ്. രണ്ടാമത്തെ പോയിന്റ് എന്താ? ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ. ഏറ്റവും പ്രായം കുറഞ്ഞ ഗവർണർ ജനറൽ. ഇന്ത്യൻ റെയിൽവേ, ഇന്ത്യൻ ടെലഗ്രാഫ്, ഇന്ത്യൻ തപാൽ സംവിധാനം, ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസ്. ഇതിൻ്റെ എല്ലാം പിതാവ് ആരാണ് പിള്ളേരെ? ഇതിൻ്റെ എല്ലാം പിതാവ് ഡൽഹൌസിയാണ്. ഒന്നുകൂടെ ആലോചിച്ച് നോക്കിയേ, ഏതൊക്കെയാ? റെയിൽവേ, ടെലിഗ്രാഫ്, തപാൽ സംവിധാനങ്ങൾ, എഞ്ചിനീയറിംഗ് സർവീസുകൾ. ഇതിൻ്റെയൊക്കെ പിതാവ് ഡൽഹൌസിയാണ്. 1848 ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയതാരാ? ഡൽഹൌസി. 1848 ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് ഡൽഹൌസിയാണ്. എന്നാൽ 1859 ദത്തവകാശ നിരോധന നിയമം റദ്ദ് ചെയ്താരെന്നറിയോ? ആരാ? 1859 ആരാ പിള്ളേരെ? നമ്മുടെ വൈസ്രോയ്. 1858 മറ്റേ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പ്രകാരം എന്ത് മാറ്റി? ഗവർണർ ജനറൽ മാറ്റി വൈസ്രോയ് ആക്കിയില്ലേ? അപ്പോൾ 1859 വൈസ്രോയ് അല്ലേ? 1859 വൈസ്രോയ് ആരാ? ക്യാനിങ് പ്രഭുവാണ്. ആരാണ്? ക്യാനിങ് പ്രഭു. അപ്പോൾ 1848 ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്ന ഡൽഹൌസിയാണ്. 1859 അത് റദ്ദാക്കിയത് ആരാണ്? ക്യാനിങ് ആണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു. ഓക്കെ, അടുത്ത രണ്ടാം ചോദ്യം, ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം നടന്ന സ്ഥലം ഏതെന്നാണ് ചോദ്യം. അപ്പം നമുക്കറിയാം INCയും ഗാന്ധിജിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ടോപ്പിക്കുകളാണ് ഗാന്ധിജിയും INCയും. അപ്പോൾ അത് രണ്ടും കൂടി ചേർന്നിട്ട് വരുന്ന ചോദ്യമാണ് കേട്ടോ. അപ്പോൾ ഗാന്ധിജി അധ്യക്ഷ പദവി അലങ്കരിച്ച കോൺഗ്രസ് സമ്മേളനം ഒന്ന് ഓപ്ഷൻ നോക്കി പറഞ്ഞേ, ഏതാ പിള്ളേരെ? അത് ഓപ്ഷൻ ബി, ബെൽഗാമാണ്. ഓപ്ഷൻ ബി, ബെൽഗാമാണ് ആൻസർ. ഞാൻ ചോദിക്കട്ടെ, ഗാന്ധിജി ആദ്യമായി INC സമ്മേളനത്തിൽ പങ്കെടുത്തത് അത് ഏത് വർഷമെന്നറിയോ? അത് 1901 1901 കൊൽക്കത്ത സമ്മേളനം കേട്ടോ. 1901 കൊൽക്കത്ത സമ്മേളനത്തിലാണ് ഗാന്ധിജി ആദ്യമായി എന്ത് ചെയ്തത്? പങ്കെടുത്തത്. ഈ 1901 കൊൽക്കത്ത സമ്മേളനത്തിലെ അധ്യക്ഷൻ ദിൽഷാ ഇ വാച്ച. ആരാണ്? ദിൽഷാ ഇ വാച്ചയാണ് 1901 കോൺഗ്രസ് സമ്മേളനത്തിലെ അധ്യക്ഷൻ. അതെവിടെ വെച്ചിട്ടായിരുന്നു? കൊൽക്കത്ത വെച്ചിട്ടായിരുന്നു. അപ്പോൾ ആ സമ്മേളനത്തിനാണ് ഗാന്ധിജി ആദ്യമായി പങ്കെടുത്തത്. അടുത്ത്, ഗാന്ധിജി എത്ര തവണ INC പ്രസിഡൻ്റ് ആയിട്ടുണ്ടെന്നറിയോ? എത്ര തവണ? അത് ഒരു തവണയാണ്. ഒരൊറ്റ തവണ മാത്രമാണ് ഗാന്ധിജി എന്ത് ചെയ്തത്? INC പ്രസിഡൻ്റ് ആയത്. അത് 1924 കർണാടകയിലെ ബെൽഗാമിൽ വെച്ച് നടന്ന സമ്മേളനത്തിനാണ്. അപ്പോൾ ഗാന്ധിജി അധ്യക്ഷനായ ഒരേ ഒരു INC സമ്മേളനം 1924 ബെൽഗാം സമ്മേളനമാണ്. ഗാന്ധിജി ആദ്യമായി പങ്കെടുത്തത് ഏതാ? 1901 കൊൽക്കത്ത സമ്മേളനം. അധ്യക്ഷനാരാണ് കുട്ടികളെ? ദിൽഷാ ഇ വാച്ച. ഇനി ബെൽഗാം സംസ്ഥാനത്താണ്? കർണാടകയിലാണ്. അപ്പോൾ അതും നമുക്ക് കിട്ടി. അടുത്ത മൂന്നാമത്തെ ചോദ്യം, ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണ്? ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന ഗ്രന്ഥം രചിച്ചത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഇന്ത്യ വിൻസ് ഫ്രീഡം എന്ന്
എന്ന ഗ്രന്ഥം രചിച്ചത്. ഓക്കെ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് ആര്? മൗലാന അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം നവംബർ 11. ജന്മദിനം ഏതാണ്? നവംബർ 11 ഇദ്ദേഹത്തിൻ്റെ ജന്മദിനം. നമ്മളത് എന്തായിട്ട് ആചരിക്കുന്നു? ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. ക്ലിയർ ആണല്ലോ? അപ്പോൾ ദേശീയ വിദ്യാഭ്യാസ ദിനം ഏതാണ്? നവംബർ 11. അത് ആരുടെ ജന്മദിനമാണ് കുട്ടികളെ? അത് മൗലാന അബ്ദുൽ കലാം ആസാദിൻ്റെ ജന്മദിനമാണ്. ഓക്കെ. ഇദ്ദേഹം 1940 മുതൽ 46 വരെ 1940 മുതൽ 46 വരെ INC പ്രസിഡൻ്റ് ആയിരുന്നു. അപ്പോൾ അവിടെയും ഒരു ചോദ്യമുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുന്നേ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി INC പ്രസിഡൻ്റ് ആയിരുന്ന വ്യക്തി ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. 40 മുതൽ 46 വരെ സ്വാതന്ത്ര്യത്തിന് മുമ്പ് ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രസിഡൻ്റ് ആയിരുന്ന വ്യക്തി. അടുത്ത് ക്വിറ്റ് ഇന്ത്യ സമരം, അതുപോലെ സിംല കോൺഫറൻസ്. PSC പലപ്പോഴും ചോദിക്കാറുണ്ട്, ക്വിറ്റ് ഇന്ത്യ സമരം നടക്കുമ്പോൾ INC പ്രസിഡന്റ് ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. സിംല കോൺഫറൻസ് നടക്കുന്ന സമയത്ത് 1945 സിംല കോൺഫറൻസ് നടക്കുമ്പോൾ INC പ്രസിഡന്റ് ആരാണ്? അതും ആരാണ്? മൗലാന അബ്ദുൽ കലാം ആസാദാണ്. ഓക്കെ. അപ്പോൾ അത് അത്രയും ഓർത്തിരിക്കുക. ഓക്കെ. അടുത്ത് 54ാമത്തെ ചോദ്യം ഏതാ? ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ്? ഗാന്ധിജിയുടെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് പിള്ളേരെ? ക്വിറ്റ് ഇന്ത്യ സമരം. ഏത് സമരമാണ്? ക്വിറ്റ് ഇന്ത്യ സമരം. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട മുദ്രാവാക്യമാണ് ഏത്? പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ. ഈ ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാന ബഹുജന പ്രക്ഷോഭം ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ അത് ക്വിറ്റ് ഇന്ത്യ സമരമാണ്. അത് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാനത്തെ ബഹുജന പ്രക്ഷോഭം ഏതാണ്? ക്വിറ്റ് ഇന്ത്യ സമരമാണ്. ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമേ ഉപയോഗിച്ച ആരാ? ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമേ ഉപയോഗിച്ചത് യൂസഫ് മെഹ്റാലിയാണ്. ആരാണ് ഉപയോഗിച്ചത്? യൂസഫ് മെഹ്റാലിയാണ് ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമേ ഉപയോഗിച്ചത്. അപ്പോൾ ക്വിറ്റ് ഇന്ത്യ എന്ന വാക്ക് ആദ്യമേ ഉപയോഗിച്ച ആരാണ്? യൂസഫ് മെഹ്റാലിയാണ്. ഓക്കെ. ഈ ആഗസ്റ്റ് ക്രാന്തി പ്രക്ഷോഭം എന്നറിയപ്പെടുന്ന ഏതിനെയാണ്? ഓഗസ്റ്റ് ക്രാന്തി പ്രക്ഷോഭം എന്നറിയപ്പെടുന്നതും ക്വിറ്റ് ഇന്ത്യ സമരത്തെയാണ്. ഈ ക്വിറ്റ് ഇന്ത്യയെക്കുറിച്ചുള്ള പ്രഖ്യാപനം ഗാന്ധിജി നടത്തിയത് തൻ്റെ ഏത് പത്രത്തിലൂടെ എന്നറിയാമോ? അല്ലെങ്കിൽ ക്വിറ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രചാരണം ഗാന്ധിജി നടത്തിയത് തൻ്റെ ഏത് പത്രത്തിലൂടെ എന്നറിയാമോ? അത് ഹരിജൻ പത്രത്തിലൂടെയാണ്. ഏത് പത്രത്തിലൂടെയാണ്? ഹരിജൻ പത്രത്തിലൂടെയാണ്. അതുപോലെ തന്നെ ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയ INC സമ്മേളനം നടന്നു വെച്ചിട്ടാണ്. അത് ബോംബെയിൽ വെച്ചിട്ടാണ്. ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയ INC സമ്മേളനം നടന്നത് എവിടെ വെച്ചിട്ടാണ്? ബോംബെയിൽ വെച്ചിട്ടാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ആരാണ്? ക്വിറ്റ് ഇന്ത്യ സമര നായകൻ ജയപ്രകാശ് നാരായണനാണ്. ആരാണ്? ജയപ്രകാശ് നാരായണനാണ്. ക്വിറ്റ് ഇന്ത്യ സമര നായിക ആരാ? ക്വിറ്റ് ഇന്ത്യ സമര നായിക അരുണ ആസിഫ് അലിയാണ്. ആരാണ്? അരുണ ആസിഫ് അലി. അപ്പം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ അവസാന ബഹുജന പ്രക്ഷോഭം യൂസഫ് മെഹ്റാലിയാണ് ക്വിറ്റ് ഇന്ത്യ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. ഓഗസ്റ്റ് ക്രാന്തി പ്രക്ഷോഭം എന്നും അറിയപ്പെടുന്നു. ഹരിജൻ പത്രത്തിലൂടെയാണ് ക്വിറ്റ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങൾ നടന്നത്. അതുപോലെ തന്നെ ബോംബെ സമ്മേളനം, ക്വിറ്റ് ഇന്ത്യ പ്രമേയം അംഗീകരിച്ച സമ്മേളനമാണേത്? ബോംബെ സമ്മേളനം. ജയപ്രകാശ് നാരായണനാണ് ക്വിറ്റ് ഇന്ത്യ സമര നായകൻ. അതുപോലെ തന്നെ അരുണ ആസിഫ് അലിയാണ് ക്വിറ്റ് ഇന്ത്യ സമര നായിക. ഓക്കെ. ഇത്രയും പഠിച്ചോ നിങ്ങൾ? മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ്, കിട്ടിക്കാണും നിങ്ങൾക്ക്, ഓപ്ഷൻ സി ക്ലെമന്റ് ആറ്റ്ലി. ആരാണ്? ക്ലെമന്റ് ആറ്റ്ലിയാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. ഓക്കെ, ശരി. ഇത് നമുക്ക് ചോദിക്കാറുണ്ട് കേട്ടോ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ക്ലെമന്റ് ആറ്റ്ലിയാണ്. അങ്ങനെ പറഞ്ഞേ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ INC പ്രസിഡന്റ് ആരാ? INC പ്രസിഡന്റ് പറയാൻ പറ്റുന്നുണ്ടോ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ INC പ്രസിഡന്റ് JB കൃപലാനിയാണ്. ആരാണ്? JB കൃപലാനിയാണ് INC പ്രസിഡന്റ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരണാധികാരി ആരാ? പറയാൻ പറ്റുന്നുണ്ടോ? തിരുവിതാംകൂർ ഭരണാധികാരി ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ. ആരാണ്? ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് തിരുവിതാംകൂർ ഭരണാധികാരി. അടുത്ത്, ബ്രിട്ടീഷ് രാജാവ് ആരാ? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയാണ് നമ്മൾ പറഞ്ഞത് ക്ലെമന്റ് ആറ്റ്ലി എന്ന്. ബ്രിട്ടീഷ് രാജാവ് ആരാ? ബ്രിട്ടീഷ് രാജാവ് ജോർജ് ആറാമനാണ്. ആരാണ്? ജോർജ് ആറാമൻ. ഇനി ആരാണ് ഇന്ത്യയുടെ വൈസ്രോയ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഇന്ത്യയുടെ വൈസ്രോയ് ആയിരുന്നത് മൗണ്ട് ബാറ്റൻ ആണ്. ആരാണ് കുട്ടികളെ? മൗണ്ട് ബാറ്റൻ ആണ് ഇന്ത്യയുടെ വൈസ്രോയ് ആയിരുന്നത്. ഇനി ലാസ്റ്റ് ചോദ്യം ഇതാണ്. ആ ചോദ്യത്തിൻ്റെ ഉത്തരം നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഓക്കെ, ആദ്യം ആരാണോ ശരിത്തിന് കമൻറ്റ് ചെയ്യണത് ആ ഉത്തരം ഞാൻ എന്ത് ചെയ്യാം?
പിൻ ചെയ്യാം. ചോദ്യവും ഉത്തരവും കൂടെ കമൻറ്റ് ചെയ്യണേ, എന്നാലേ പിൻ ചെയ്യത്തുള്ളൂ. ചോദ്യവും കമൻറ്റ് ചെയ്യണം, അതുപോലെ ഇപ്പം ഉത്തരവും കമൻറ്റ് ചെയ്യണം. ഓക്കെ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ KPCC പ്രസിഡന്റ് ആരാണ്? ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ KPCC പ്രസിഡന്റ് ആരാണ്? ബാക്കിയൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ. ചോദ്യം എന്തായിരുന്നു? INC പ്രസിഡന്റ് JB കൃപലാനി, തിരുവിതാംകൂർ ഭരണാധികാരി ചിത്തിര തിരുനാൾ, ബ്രിട്ടീഷ് രാജാവ് ജോർജ് ആറാമൻ, വൈസ്രോയ് മൗണ്ട് ബാറ്റൻ. നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട ചോദ്യം KPCC പ്രസിഡന്റ് ആരായിരുന്നു എന്നാണ് കമൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ മറക്കണ്ട, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകിയ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്നോ അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി എന്നോ ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ ആരാണ്? ക്ലെമന്റ് ആറ്റ്ലിയാണ്. ഓക്കെ, മനസ്സിലായല്ലോ. അടുത്ത 6ാമത്തെ ചോദ്യം, സന്താളർ അധിവസിച്ചിരുന്ന ഭൂമി ഏതാണ്? അതായത് ആ ഭൂമിയെ പറയുന്ന പേരെന്താണ് ചോദ്യം കേട്ടോ. ദാമിൻ ഇ കോഹ് ആണ് ആൻസർ കേട്ടോ. ദാമിൻ ഇ കോഹ്. അപ്പോൾ 6ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഓപ്ഷൻ സി, ദാമിൻ ഇ കോഹ് ആണ് ആൻസർ. ദാമിൻ ഇ കോഹ്. ഓക്കെ. ഈ സന്താൾ കലാപം നമുക്ക് PSC ചോദിക്കാറുണ്ട്. വളരെ സന്താൾ കലാപം ഏത് വർഷമാണ്? സന്താൾ കലാപം 1855-ലാണ്. ഓക്കെ. ഈ സന്താൾ കലാപം നടന്ന സ്ഥലം, ആ സ്ഥലം രാജ്മഹൽ കുന്നുകളാണ്. മനസ്സിലായ? രാജ്മഹൽ കുന്നുകളിലാണ് സന്താൾ കലാപം നടന്നത്. സന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കന്മാരാണ് സിദ്ധുവും കാനുവും. ആരൊക്കെയാണ്? സിദ്ധുവും കാനുവുമാണ് സന്താൾ കലാപത്തിന് നേതൃത്വം കൊടുത്ത നേതാക്കന്മാർ. ഓക്കെ. ഇതിൻ്റെ ചോദ്യം ഇതാണ്, ഈ സന്താൾ കലാപം നടന്ന രാജ്മഹൽ കുന്നുകൾ നിലവിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? ഏത് സംസ്ഥാനമാണ്? ജാർഖണ്ഡ്. ഏത് സംസ്ഥാനമാണ്? വളരെ ജാർഖണ്ഡ്. അപ്പോൾ സന്താളർ അധിവസിച്ചിരുന്ന ഭൂമിയാണ് ദാമിൻ ഇ കോഹ്. ഏതാണ്? ദാമിൻ ഇ കോഹ്. സന്താൾ കലാപം നടന്ന വർഷം 1855. സന്താൾ കലാപം നടന്ന വർഷം 1855. ഇനി ഈ സന്താൾ കലാപം നടന്ന സ്ഥലമാണ് രാജ്മഹൽ കുന്നുകൾ. ഏതാണ്? രാജ്മഹൽ കുന്നുകൾ. ഈ രാജ്മഹൽ കുന്നുകൾ നിലവിൽ എവിടെയാണ്? ജാർഖണ്ഡിലാണ്. സന്താൾ കലാപത്തിൻ്റെ നേതാക്കന്മാരാണ് സിദ്ധുവും കാനുവും. ഈ 2 പേരും പഠിച്ചു വെച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പിള്ളേരെ. ഓക്കെ. അടുത്ത 7ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം ഏതാണ്? ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധമാണ് ഏത് വീട്ടിലെ? പ്ലാസി യുദ്ധം. ഏതാണ്? പ്ലാസി യുദ്ധം. ഓക്കെ. ഈ പ്ലാസി യുദ്ധം നടന്ന വർഷം അറിയോ? പ്ലാസി യുദ്ധം നടന്ന വർഷം 1757-ആണ്. 1757 ജൂൺ 23-നാണ് പ്ലാസി യുദ്ധം നടന്നത്. 1757 ജൂൺ 23-നാണ് പ്ലാസി യുദ്ധം നടന്നത്. പ്ലാസി യുദ്ധം നടന്ന സംസ്ഥാനം ചോദിച്ചാൽ ബംഗാളാണ്. അപ്പോൾ വർഷം കൊണ്ട് ഏറ്റവും ഒന്ന് പഠിച്ചേ, 1757 ജൂൺ 23. 1757 ജൂൺ 23 സംസ്ഥാനം ഏതാണ്? ബംഗാളാണ്. ആരൊക്കെ തമ്മിലാണ് പ്ലാസി യുദ്ധം നടന്നത്? സിറാജ് ഉദ് ദൗളയും റോബർട്ട് ക്ലൈവും തമ്മിലാണ് എന്ത് നടന്നത്? പ്ലാസി യുദ്ധം നടന്നത്. ഓക്കെ. അപ്പോൾ സിറാജ് ഉദ് ദൗളയും റോബർട്ട് ക്ലൈവും തമ്മിലാണ് പ്ലാസി യുദ്ധം നടന്നത്. അപ്പം നമ്മളത് ഇങ്ങനെ ചോദിക്കുകയാണ്, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് അടിത്തറ പാകിയ യുദ്ധം ചോദിച്ചു കഴിഞ്ഞാൽ പ്ലാസി യുദ്ധവും. എന്നാൽ ശ്രദ്ധിച്ച് കേട്ടോണേ, ആധിപത്യം ഉറപ്പിച്ച യുദ്ധം ഏതാണ്? ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് ആധിപത്യം ഉറപ്പിക്കാൻ സഹായമായ യുദ്ധമാണ് ബക്സാർ യുദ്ധം. ഏതാണ് കുട്ടികളെ? ബക്സാർ യുദ്ധം. അത് 1764 ഒക്ടോബറിൽ ബീഹാറിലാണ് എന്ത് നടന്നത്? ബക്സാർ യുദ്ധം നടന്നത്. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. അടിത്തറ പാകിയത് പ്ലാസി യുദ്ധം 1757 ജൂൺ 23 ബംഗാളിൽ വെച്ച് നടന്നു. ഓക്കെ. ആരൊക്കെ തമ്മിലാണ്? സിറാജ് ഉദ് ദൗളയും റോബർട്ട് ക്ലൈവും തമ്മിൽ. ഓക്കെ. എന്നാൽ അടിത്തറ ഉറപ്പിച്ച യുദ്ധം അല്ലെങ്കിൽ ആധിപത്യം ഉറപ്പിച്ച യുദ്ധം അതേതാണ്? അത് 1764 ഒക്ടോബറിൽ നടന്ന ബക്സാർ യുദ്ധമാണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് രണ്ടും നിങ്ങൾ പഠിച്ചു. ഓക്കെ. അടുത്ത ചോദ്യം, സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി. ആരാടാ സതി സമ്പ്രദായം നിർത്തലാക്കിയ ബ്രിട്ടീഷ് ഭരണാധികാരി? ആരാ? അത് ഓപ്ഷൻ ബി, വില്യം ബെൻഡിക് പ്രഭുവാണ്. ആരാണ്? വില്യം ബെൻഡിക് പ്രഭുവാണ് ആൻസർ. ഓക്കെ. ഈ സതി നിരോധിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വന്ന തീയതി അറിയോ? സതി നിരോധിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വന്നത് 1829 ഡിസംബർ 4-നാണ്. സതി നിരോധിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം വന്നപ്പോഴാണ് 1829 ഡിസംബർ 4. 1829 ഡിസംബർ 4. സതി നിരോധിക്കാൻ കാരണമായ സംഘടന ഏതാണ്? അല്ലെങ്കിൽ പ്രസ്ഥാനം ഏതാണ്? പിള്ളേരെ? ബ്രഹ്മസമാജം. രാജാറാം മോഹൻ റോയ് നേതൃത്വം കൊടുത്തിരുന്ന ബ്രഹ്മസമാജമാണ് സതി നിരോധിക്കാൻ കാരണമായ പ്രസ്ഥാനം. ഈ വില്യം ബെൻഡിക് പ്രഭുവിനെ കുറിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം കൂടെ നിങ്ങൾ പഠിച്ചു വെച്ചോണം. ആ ചോദ്യം ഇങ്ങനെയാണ്. ഇതൊക്കെ അറിഞ്ഞാത്ത കുട്ടികളാണ് ഈ കേൾക്കുന്നതെങ്കിൽ നിങ്ങളത് എഴുതി പഠിച്ച് പോകണം.
കേട്ടോ. ഓക്കെ, ആ ചോദ്യം ഇങ്ങനെയാണ്: ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് ആരാണ്? ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? വില്യം ബെൻഡിക്ക്. ആരാണ്? വില്യം ബെൻഡിക്ക്. അപ്പോൾ പറ, സതി നിർത്തലാക്കിയത് ആരാ? വില്യം ബെൻഡിക് പ്രഭു. സതി നിർത്തലാക്കിയ തീയതി ഏതാ? 1829 ഡിസംബർ 4. സതി നിർത്തലാക്കാൻ കാരണമായ സംഘടന ഏതാ? ബ്രഹ്മസമാജം. ഓക്കെ, ആധുനിക ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ പിതാവ് ആരാ? അത് വില്യം ബെൻഡിക്ക്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്തു? പഠിച്ചു. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോവാം. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്: സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരാണ്? സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത് ആരടാ? ഗോപാലകൃഷ്ണ ഗോഖലെ. ഓപ്ഷൻ ബി, ഗോപാലകൃഷ്ണ ഗോഖലെയാണ് സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി സ്ഥാപിച്ചത്. ഓക്കെ, ഈ ഗോപാലകൃഷ്ണ ഗോഖലെ നമുക്കറിയാം, ഗാന്ധിജിയുടെ ഗുരുവാണ് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജി മാത്രമല്ല, സരോജിനി നായിഡു, മുഹമ്മദ് അലി ജിന്ന, നമുക്കറിയാം ഇന്ത്യയുടെ വാനം പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു, അതുപോലെ പാകിസ്ഥാൻ്റെ രാഷ്ട്രപിതാവായ മുഹമ്മദ് അലി ജിന്ന, ഇവരുടെയൊക്കെ രാഷ്ട്രീയ ഗുരുവാണ് ആര്? ഗോപാലകൃഷ്ണ ഗോഖലെ. ഇനി ഈ ഗോപാലകൃഷ്ണ ഗോഖലെക്ക് ഒരു രാഷ്ട്രീയ ഗുരുവുണ്ട്, അതെന്നറിയാമോ? അദ്ദേഹമാണ് MG റാനഡെ, മഹാദേവ ഗോവിന്ദ റാനഡെ. അടുത്ത ചോദ്യം ശ്രദ്ധിച്ച് കേട്ടോണേ പിള്ളേരെ. ഈ പശ്ചിമ ഇന്ത്യയുടെ നവോത്ഥാന പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? പശ്ചിമ ഇന്ത്യയുടെ നവോത്ഥാന പിതാവ് എന്നറിയപ്പെടുന്ന ആരെയാണ്? അത് MG റാനഡെയാണ്. ആരാണ് പിള്ളേരെ? MG റാനഡെയാണ് പശ്ചിമ ഇന്ത്യയുടെ നവോത്ഥാന പിതാവ് എന്നറിയപ്പെടുന്നത്. ക്ലിയർ ആണല്ലോ? ശരി, അപ്പോൾ അത് ഓർത്ത് വെച്ചോണം. ഓക്കെ, ഇനി ഈ ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ചൊരു പത്രമുണ്ട്. ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച പത്രമാണ് നേഷൻ. ഏതാണ്? നേഷൻ. നേഷൻ എന്ന പത്രം ആരംഭിച്ച ആരാണ്? ഗോപാലകൃഷ്ണ ഗോഖലെയാണ്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ പഠിച്ചു. സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ ശിഷ്യന്മാരാണ് ആരൊക്കെ? ഗാന്ധിജി, മുഹമ്മദ് അലി ജിന്ന, നമ്മുടെ സരോജിനി നായിഡു. ഗോപാലകൃഷ്ണ ഗോഖലെയുടെ രാഷ്ട്രീയ ഗുരുവാണ് ആര്? MG റാനഡെ. MG റാനഡെയാണ് പശ്ചിമ ഇന്ത്യയുടെ നവോത്ഥാന പിതാവ് എന്നറിയപ്പെടുന്നത് കേട്ടോ. അത് ഓർത്ത് വെച്ചോണേ. ഓക്കെ, അടുത്ത 60ാമത്തെ ചോദ്യം: ഭാരതത്തിൻ്റെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരെയാണ്? ഇതൊക്കെ സ്ഥിരം ചോദ്യങ്ങളാണ്. ആരാ? ഭാരതത്തിൻ്റെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് കേട്ടോ. ആരെയാണ് അറിയപ്പെടുന്നത്? സർദാർ വല്ലഭായ് പട്ടേലിനെയാണ് ഭാരതത്തിൻ്റെ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. ഈ ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആരെന്നറിയാവോ? ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ബിസ്മാർക്കാണ് ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. നിങ്ങൾ ആ ഓപ്ഷൻ ബിയിൽ നോക്കിയേ, ആ കാണുന്ന പേരില്ലേ? ജർമ്മനിയിലെ നാട്ടുരാജ്യങ്ങളുടെ സമ്മേളനത്തിന് നേതൃത്വം കൊടുത്ത ബിസ്മാർക്ക് എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു. ആ ബിസ്മാർക്കിനെയാണ് ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത്. അതുപോലെ ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യനെന്നും ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നും അറിയപ്പെടുന്ന ആരെയാണ് പിള്ളേരെ? അത് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലിനെയാണ്. അതുപോലെ പട്ടേൽ തന്നെയാണ് അഖിലേന്ത്യാ സർവീസിൻ്റെ പിതാവ്. അഖിലേന്ത്യാ സർവീസ്, ഓൾ ഇന്ത്യ സർവീസ് അല്ലെങ്കിൽ അഖിലേന്ത്യാ സർവീസിൻ്റെ പിതാവ് ആരാണ്? പട്ടേൽ തന്നെയാണ്. അതുപോലെ നമുക്ക് അറിയാവുന്നൊരു സ്ഥിരം ചോദ്യമുണ്ട്: മൗലിക അവകാശങ്ങളുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? അതും പട്ടേലാണ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ വിശേഷങ്ങൾ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ പട്ടേൽ, ഇന്ത്യയുടെ ബിസ്മാർക്ക് പട്ടേൽ, അതുപോലെ തന്നെ അഖിലേന്ത്യാ സർവീസിൻ്റെ പിതാവ് ആരാ? അതും പട്ടേൽ. ലാസ്റ്റ് പറഞ്ഞ എന്താണ്? മൗലിക അവകാശങ്ങളുടെ ശില്പി ആരാണ്? അതും പട്ടേലാണ്. ഓക്കെ, ഈ പട്ടേലുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു സത്യാഗ്രഹമുണ്ട്, അതാണ് ബർദോളി സത്യാഗ്രഹം. ഏതാണ് പിള്ളേരെ? ബർദോളി സത്യാഗ്രഹം. പട്ടേലുമായി ബന്ധപ്പെട്ട പ്രധാന സത്യാഗ്രഹം ഏതാണ്? ബർദോളി സത്യാഗ്രഹമാണ്. ഈ ബർദോളി സത്യാഗ്രഹം നടന്നത് 1928 ഏത് വർഷമാണ്? 1928 ബർദോളി സത്യാഗ്രഹം നടന്നത്. ഈ ബർദോളി സത്യാഗ്രഹം നടന്ന സംസ്ഥാനം ചോദിച്ചാൽ ഗുജറാത്താണ്. ബർദോളി സത്യാഗ്രഹം നടന്ന സംസ്ഥാനം ഏതാണ് പിള്ളേരെ? ഗുജറാത്താണ് ബർദോളി സത്യാഗ്രഹം നടന്ന സംസ്ഥാനം. ഓക്കെ, ഈ ബർദോളി സത്യാഗ്രഹം എന്തിനു വേണ്ടിയിട്ടാണ് ബർദോളി സത്യാഗ്രഹം നടന്നത്? ഭൂനികുതി വർധനവിനെതിരെ. എന്തിനെതിരെയായിരുന്നു? ഭൂനികുതി വർധനവിന് എതിരെയായിരുന്നു ബർദോളി സത്യാഗ്രഹം. അപ്പം ബർദോളി സത്യാഗ്രഹത്തിൻ്റെ പ്രധാന നേതാവ് സർദാർ വല്ലഭായ് പട്ടേലാണ്. ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം 1928. ബർദോളി സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ്? 1928. ഈ ബർദോളി സത്യാഗ്രഹം നടന്ന സംസ്ഥാനം ഏതാണ്? അത് ഗുജറാത്താണ്. ബർദോളി സത്യാഗ്രഹം നടന്ന സംസ്ഥാനം ഗുജറാത്താണ്. എന്തിനെതിരെയാണ് ബർദോളി സത്യാഗ്രഹം നടന്നതെന്ന് കേട്ടാൽ ഭൂനികുതി വർധനവിനെതിരെയാണ് ബർദോളി സത്യാഗ്രഹം നടന്നത്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചു. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം ഏതെന്നറിയോ? രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലമാണ് പയ്യന്നൂർ. ഏതാണ്? പയ്യന്നൂർ. രണ്ടാം ബർദോളി എന്നറിയപ്പെടുന്ന കേരളത്തിലെ സ്ഥലം ഏതാണ് പിള്ളേരെ? പയ്യന്നൂരാണ്. ഓക്കെ, അപ്പോൾ അത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ? നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോവാം.
നമുക്ക് ബയോളജിയിൽ ആദ്യ ചോദ്യം നോക്കാവേ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും മനുഷ്യ എഴുത്തിൽ ഏറ്റവും കഠിനമായ പദാർത്ഥത്തിൻ്റെ പേര് തിരഞ്ഞെടുക്കുക. ഓക്കെ, ഇതിൽ ഏറ്റവും കഠിനമായ പദാർത്ഥം ഏതെന്നാണ് ചോദ്യം. നിങ്ങൾ നോക്കിയേ, ഓപ്ഷൻ ബി ഇനാമലാണ് ആൻസർ. നമ്മുടെ പല്ലിൻ്റെ ഇനാമലുണ്ടല്ലോ, ഇനാമലാണ് നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കടുപ്പമേറിയ ഭാഗം. ഓക്കെ, ഇനി ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചിട്ടോണേ. നമ്മുടെ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലകളുണ്ട്, ജീവനുള്ള ടിഷ്യൂസ് കൊണ്ടാണ് പല്ല് നിർമ്മിച്ചിരിക്കുന്നത്. ആ പല്ല് നിർമ്മിച്ചിരിക്കുന്ന ജീവനുള്ള കലകൾ ഏതെന്ന് കേട്ട് കഴിഞ്ഞാൽ അതാണ് ഡെൻഡൈൻ. ഏതാണ്? ഡെൻഡൈൻ. ഈ ഡെൻഡൈനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ജീവനില്ലാത്ത കലകൾ, മനസ്സിലായ? ജീവനുള്ള കലകളായ ഡെൻഡൈനെ പൊതിഞ്ഞ് കാണപ്പെടുന്ന ജീവനില്ലാത്ത കലകളാണ് ഏത്? ഇനാമൽ. ഏതാണ്? ഇനാമൽ. ഓക്കെ, ഈ ഇനാമലിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള ഒരു മൂലകമുണ്ട്. ഇനാമലിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള മൂലകമാണ് ഫ്ലോറിൻ. ഏതാണ് കുട്ടികളെ? ഫ്ലോറിൻ. ഓക്കെ, അടുത്ത് രണ്ടാമത്തെ ചോദ്യം. പ്രായപൂർത്തിയായ ഒരു മനുഷ്യൻ്റെ വായിൽ ആകെയുള്ള ഉളിപ്പല്ലുകളുടെ എണ്ണം എത്ര? ഓക്കെ, ഉളിപ്പല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്രണ്ടിൽ നമ്മൾ ചിരിക്കുമ്പോഴേ കാണുന്ന പല്ലുണ്ടല്ലോ, ഫ്രണ്ടിലിരിക്കുന്ന പരന്ന പല്ല്, അതാണ് ഉളിപ്പല്ല്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ തൊട്ട് നോക്കി, മുകളിൽ എത്ര എണ്ണം ഉണ്ട് ഉളിപ്പല്ല്? 4 എണ്ണം ഉണ്ട്. താഴെ എത്ര എണ്ണം ഉണ്ട് ഉളിപ്പല്ല്? അത് 4 എണ്ണം ഉണ്ട്. ഓക്കെ, അപ്പോൾ 4 × 4 8 ഉളിപ്പല്ലാണ് നമുക്ക് ഉള്ളത്. ഓക്കെ, 8 ഉളിപ്പല്ല് നമുക്കുണ്ട്. ഇവിടെ നമുക്ക് എത്ര കോമ്പല്ലുണ്ടാ? പറഞ്ഞാൽ എത്ര കോമ്പല്ലുണ്ട്? നമ്മുടെ വായിലെ കോമ്പല്ലുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 4 എണ്ണമാണ്. മുകളിൽ 2 എണ്ണം, താഴെ എണ്ണം. ഈ കോർത്തിരിക്കുന്ന പല്ലിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പല്ല് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മനുഷ്യരിലെ സ്ഥിരദന്തങ്ങളുടെ എണ്ണം എത്രയാണ്? 32ആണ്. ഓക്കെ, എത്രയാണ്? 32ആണ് സ്ഥിരദന്തങ്ങളുടെ എണ്ണം. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പാൽപ്പല്ലുകൾ എന്ന് പറയും, മിൽക്ക് ടീത്ത്. പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണെന്ന് അറിയാമോ? പാൽപ്പല്ലുകളുടെ എണ്ണം 20ആണ്. മിൽക്ക് ടീത്ത് അല്ലെങ്കിൽ പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ് പിള്ളേരെ? 20ആണ്. അതും ഓർത്തിരിക്കുക. പിന്നെ നമുക്ക് പ്രായപൂർത്തിയായതിനു ശേഷം രൂപം കൊള്ളുന്ന പല്ലുകളെയാണ് വിവേകദന്തങ്ങൾ അല്ലെങ്കിൽ വിസ്ഡം ടീത്ത് എന്ന് പറയുന്നത്. നമുക്ക് പ്രായപൂർത്തി 10-24 വയസ്സൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് രൂപം കൊള്ളുന്ന 4 പല്ലുകളുണ്ട്. ആ പല്ലുകളെ പറയുന്ന പേരാണ് വിവേകദന്തങ്ങൾ അല്ലെങ്കിൽ വിസ്ഡം ടീത്ത് എന്ന്. അത് 4 എണ്ണമാണ്. അത് ഓർത്തോണേ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്ര? 62. ആൻസർ സി ആണ്, 8ആണ്. അടുത്ത, ഏത് ജീവകത്തിൻ്റെ അഭാവമാണ് മനുഷ്യനിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? അതിൻ്റെ ആൻസർ ജീവകം ഏതാ? ജീവകം സി ആണ് കേട്ടോ. ജീവകം സി ആണ് അതിൻ്റെ ആൻസർ. നമുക്കറിയാം അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്ന ജീവകമാണ് ഏത്? ജീവകം സി. അസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ജീവകം സിയുടെ അപര്യാപ്തത രോഗമാണ് സ്കർവി. ഏത് രോഗമാണ് പിള്ളേരെ? സ്കർവിയാണ് ജീവകം സിയുടെ അപര്യാപ്ത രോഗം. നാവികരുടെ പ്ലേഗ് എന്നാണ് ഈ സ്കർവി അറിയപ്പെടുന്നത്. എങ്ങനെ അറിയപ്പെടുന്നു? നാവികരുടെ പ്ലേഗ്. ഓക്കെ, അതുപോലെ ഈ ജീവകം സിക്ക് പ്രത്യേകതകളുണ്ട്. അതായത് ഇത് മൂത്രത്തിലൂടെ നമുക്ക് നഷ്ടപ്പെടുന്ന ഒരു ജീവകമാണ്. മൂത്രത്തിലൂടെ നഷ്ടപ്പെടുന്ന ജീവകമാണ് ഏത്? ജീവകം സി. അതുപോലെ ചൂടാക്കിയാലും എന്ത് ചെയ്യും? ജീവകം സി നഷ്ടപ്പെടും. ചൂടാക്കിയാലും ജീവകം സി എന്ത് ചെയ്യും? നഷ്ടപ്പെടും. അതുകൊണ്ട് ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? ജീവകം സി ആണ്. ഫ്രഷ് ഫുഡ് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതിനെയാണ്? ജീവകം സി ആണ്. നമ്മൾ വൈറ്റമിൻസിൻ്റെ ക്ലാസ്, അതായത് ഇപ്പം യൂണിവേഴ്സിറ്റി LGSൻ്റെ മെയിൻസ് എക്സാം വരുന്നത് കൊണ്ട് വൈറ്റമിൻസും അപര്യാപ്ത രോഗങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ വൈറ്റമിൻസും അപര്യാപ്ത രോഗങ്ങൾ അത് ഫുള്ളായിട്ട് നമ്മളൊരു കമ്പൈൻ സ്റ്റഡി ക്ലാസ് നമ്മൾ ഉടനെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ കണ്ടുപിടിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അവിടെ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അടുത്ത്, കേരള സംസ്ഥാന സർക്കാർ നടപ്പിലാക്കി വരുന്ന സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതിയുടെ പേര് സുകൃതമാണ്. ഏതാണ്? സുകൃതം. ഇതൊക്കെ ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. സുകൃതമാണ് സൗജന്യ ക്യാൻസർ ചികിത്സാ പദ്ധതി. ഏതാണ് കുട്ടികളെ? സുകൃതം. ഓക്കെ, ഈ സുകൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ ആരാണ് സുകൃതം പദ്ധതിയുടെ ബ്രാൻഡ് അംബാസിഡർ അല്ലെങ്കിൽ ഗുഡ്വിൽ അംബാസിഡർ ആരാ? അത് മമ്മൂട്ടിയാണ് കേട്ടോ. മമ്മൂട്ടിയാണ് സുകൃതം പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ. ഓക്കെ, ഈ വിമുക്തി എന്താണെന്ന് അറിയോ? വിമുക്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തെ സമ്പൂർണ്ണ ലഹരിമുക്ത സംസ്ഥാനമാക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന എക്സൈസ് വകുപ്പ് നടത്തിയിടുന്ന പദ്ധതിയാണ് ഏത്? വിമുക്തി. ഏതാണ്? വിമുക്തി. ഈ വിമുക്തി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ ആണെന്നറിയാമോ? അത് സച്ചിനാണ്. സച്ചിൻ ടെണ്ടുൽക്കറാണ് വിമുക്തി പദ്ധതിയുടെ ഗുഡ്വിൽ അംബാസിഡർ. ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ. ഓക്കെ, അപ്പോൾ അതും നിങ്ങൾ പഠിച്ചു. അടുത്ത്, താഴെ പറയുന്ന രോഗങ്ങളിൽ കൊതുകൾ മുഖേന അല്ലാതെ പകരുന്ന രോഗങ്ങൾ ഏതാണ് ചോദ്യം. നമുക്ക് നോക്കാം. ഒന്നാമത്തത് കുഷ്ഠം പകരുന്നത് കൊതുക് വഴിയാണോ? അല്ല, കുഷ്ഠം പകരുന്നത് സമ്പർക്കം വഴിയാണ്, കോണ്ടാക്റ്റ് വഴിയാണ് കുഷ്ഠം പകരുന്നത്. അപ്പോൾ കുഷ്ഠം കൊതുക് വഴിയല്ല. രണ്ടാമത്തെ മലമ്പനി പകരുന്നത് കൊതുക് വഴിയല്ലേടാ? മലമ്പനി പകരുന്നത് അനോഫിലസ് പെൻ കൊതുകുകൾ വഴിയല്ലേ മലമ്പനി പകരുന്നത്? അപ്പം മലമ്പനി എന്താണ്? കൊതുകുകൾ വഴി ആണ്. അടുത്ത് കോളറ. മൂന്നാമത്തത് കോളറ പകരുന്നത് കൊതുക് വഴിയാണോ?
അല്ല, കോളറ പകരുന്നത് മലിനമായ ജലം, മലിനമായ ആഹാരം, ഈച്ച എന്നിവയിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? കോളറ പകരുന്നത്. അപ്പോൾ കോളറ പകരുന്നത് എങ്ങനെയാണ്? മലിനമായ ജലം, മലിനമായ ആഹാരം, ഈച്ച എന്നിവയിലൂടെയാണ് കോളറ പകരുന്നത്. മന്ത് പകരുന്നത് എങ്ങനെയാണ്? മന്ത് പകരുന്നത് ക്യൂലെക്സ് പെൺകൊതുകുകൾ വഴിയാണ് മന്ത് പകരുന്നത്. അപ്പം മന്ത് പകരുന്നത് എങ്ങനെയാണ്? ക്യൂലെക്സ് പെൺകൊതുകുകൾ വഴിയാണ് മന്ത് പകരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ 1ഉം 3ഉം പകരുന്നത് കൊതുക് വഴി അല്ല. ഓക്കെ, അപ്പോൾ ആൻസർ വരുന്നത് ഓപ്ഷൻ എ 1, 3 ആണ് കേട്ടോ. കൊതുക് വഴി അല്ലാതെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അടുത്ത് താഴെ പറയുന്നവയിൽ ഏത് ജില്ലയിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി കോഴിക്കോട്. ഞാൻ നിങ്ങളെ പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. അതായത് സ്പൈസി ആയിട്ടുള്ള കോഴിക്കറി റിസർച്ച് ചെയ്ത് ഉണ്ടാക്കാം. ഓക്കെ, സ്പൈസി ആയിട്ടുള്ള കോഴിക്കറി റിസർച്ച് ചെയ്ത് ഉണ്ടാക്കാമെന്ന് ആലോചിച്ചാൽ മതി. അതായത് ഈ സ്പൈസസ് എന്നറിയാമോ? സുഗന്ധ വ്യഞ്ജനങ്ങൾ നമ്മൾ സ്പൈസസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം സ്പൈസസ് റിസർച്ച്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ച് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോഴിക്കോടാണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ഈ സ്പൈസസ് ബോർഡിൻ്റെ ആസ്ഥാനം അറിയുമോ? സ്പൈസസ് ബോർഡിൻ്റെ ആസ്ഥാനം കൊച്ചിയാണ്. സ്പൈസസ് ബോർഡിൻ്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയിലാണ് സ്പൈസസ് ബോർഡ് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, സ്പൈസസ് പാർക്ക് എവിടെയാണെന്നറിയോ? സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് പുറ്റടി, ഇടുക്കി. എവിടെയാണ്? പുറ്റടി, ഇടുക്കിയിലാണ് സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത്. സ്പൈസസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പുറ്റടി, ഇടുക്കിയിലാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്തോണം. ശരി, നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ്റെ അളവ് എത്ര എന്നാണ് അടുത്ത ചോദ്യം. എത്രയാണ് അന്തരീക്ഷ വായുവിൽ നൈട്രജൻ്റെ അളവ്? 78% ആൻസർ. ഓപ്ഷൻ സി 78% ആൻസർ. നൈട്രജൻ കണ്ടെത്തിയത് ആരാ? നൈട്രജൻ കണ്ടെത്തിയത് ഡാനിയൽ റൂദർഫോർഡാണ്. ആരാണ് കുട്ടികളെ? ഡാനിയൽ റൂദർഫോർഡാണ് നൈട്രജൻ കണ്ടെത്തിയത്. ഓക്കെ, ഈ നൈട്രജൻ്റെ കുറച്ച് കാര്യം പറഞ്ഞുതരാമേ. നമ്മുടെ ഈ വിമാനങ്ങളുടെ ടയറിൽ നിറയ്ക്കുന്ന വാതകം ചോദിച്ചാൽ നൈട്രജനാണ്. വിമാനങ്ങളുടെ ടയറിൽ നിറയ്ക്കുന്ന വാതകം നൈട്രജനാണ്. അതുപോലെ തന്നെ നമ്മുടെ മാംസ്യമുണ്ടല്ലോ, പ്രോട്ടീനിലെ പ്രധാന ഘടകവും ഏതാണ്? നൈട്രജനാണ്. മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീനിലെ പ്രധാന ഘടകം ഏതാണ്? നൈട്രജനാണ്. ഓക്കെ, ക്ലിയർ ആണ്. ഈ കത്താൻ സഹായിക്കുന്ന വാതകം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കത്തുന്ന വാതകം ഹൈഡ്രജനാണ്, കത്താൻ സഹായിക്കുന്നത് ഓക്സിജനാണ്. എന്നാൽ ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം ചോദിച്ചു കഴിഞ്ഞാൽ നൈട്രജനാണ്. ജ്വലനത്തെ നിയന്ത്രിക്കുന്ന വാതകം ഏതാണ്? നൈട്രജനാണ്. ഓക്കെ, അപ്പോൾ ഈ ചോദ്യങ്ങളൊക്കെ ഓർത്തോണം, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ശരി, ഇനി അടുത്ത് നൈട്രജൻ്റെ വ്യാവസായിക നിർമ്മാണം അറിയപ്പെടുന്നത് ഏത് പേരില്ല? നൈട്രജൻ്റെ വ്യാവസായിക നിർമ്മാണം അറിയപ്പെടുന്നത് അംശിക സേചനമാണ്. ഏതാണ് പിള്ളേരെ? അംശിക സേചനം വഴിയാണ് നൈട്രജൻ വ്യാവസായികമായി നിർമ്മിക്കുന്നത്. അപ്പോൾ നൈട്രജൻ വ്യാവസായികമായി നിർമ്മിക്കുന്നത് എങ്ങനെയാണ്? അംശിക സേചനം വഴിയാണ്. ഓക്കെ, അടുത്ത് ചന്ദ്രശങ്കര എന്നത് ഏത് സസ്യത്തിൻ്റെ സങ്കര ഇനമാണെന്നാണ് ചോദ്യം. ഓക്കെ, ചന്ദ്രശങ്കര എന്നറിയോ? അത് SCRT എന്നുള്ള ചോദ്യമാണ്. ചന്ദ്രശങ്കര തെങ്ങാണ്. ചന്ദ്രശങ്കര ഏതാണ് പിള്ളേരെ? തെങ്ങാണ് കേട്ടോ. നിങ്ങൾ ഓർത്ത് വെച്ചോണം. ചന്ദ്രശങ്കര, ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ഈ 3 എന്ന് പറഞ്ഞേ. ചന്ദ്രശങ്കര, ചന്ദ്രലക്ഷ, ലക്ഷഗംഗ. ചന്ദ്രശങ്കര, ചന്ദ്രലക്ഷ, ലക്ഷഗംഗ, ഇത് 3ഉം തെങ്ങിൻ്റെ എന്താണ്? സങ്കര ഇനങ്ങളാണ്. പിന്നെ നമ്മുടെ ഈ തെങ്ങിൻ്റെ തന്നെ ഉയരം കൂടിയത്, ഉയരം കുറഞ്ഞത് എന്നും പറഞ്ഞിട്ട് SCRT പറയുന്നുണ്ട്. അതിൽ ഉയരം കൂടിയത് ഏതൊക്കെയാണെന്ന് കേട്ട് കഴിഞ്ഞാൽ വെസ്റ്റ് കോസ്റ്റ് ടോള്. ഏതാണ്? വെസ്റ്റ് കോസ്റ്റ് ടോള്. അടുത്ത് ഈസ്റ്റ് കോസ്റ്റ് ടോള്. ഏതാണ്? ഈസ്റ്റ് കോസ്റ്റ് ടോള്. വെസ്റ്റ് കോസ്റ്റ് ടോള്, ഈസ്റ്റ് കോസ്റ്റ് ടോള്. പിന്നെ ലക്ഷദ്വീപ് ഓർഡിനറി. ഏതാണ്? ലക്ഷദ്വീപ് ഓർഡിനറി. ഇത് 3ഉം ഉയരം കൂടിയ തെങ്ങിനങ്ങളാണ്. ഏതൊക്കെയാണ്? വെസ്റ്റ് കോസ്റ്റ് ടോള്, ഈസ്റ്റ് കോസ്റ്റ് ടോള്, ലക്ഷദ്വീപ് ഓർഡിനറി. ഇത് 3ഉം ഉയരം കൂടിയ ഇനങ്ങളാണ്. അതുപോലെ തന്നെ ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് പച്ച, ഗംഗാബോണ്ടം. ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് പച്ച, ഗംഗാബോണ്ടം. ഇതൊക്കെ എന്താണ്? ഉയരം കൂടിയ ഇനങ്ങളാണ്. ഏതാണ്? ഉയരം കുറഞ്ഞ ഇനങ്ങളാണ്. ഉയരം കുറഞ്ഞ ഇനങ്ങളാണ് ചാവക്കാട് പച്ച, ചാവക്കാട് ഓറഞ്ച്, ഗംഗാബോണ്ടം. ഇതൊക്കെ ഉയരം കുറഞ്ഞ ഇനങ്ങളാണ് കേട്ടോ. അത് മറക്കരുത്. വെസ്റ്റ് കോസ്റ്റ് ടാള്, ഈസ്റ്റ് കോസ്റ്റ് ടാള്, ലക്ഷദ്വീപ് ഓർഡിനറി, ഇതൊക്കെ എന്താണ്? ഉയരം കൂടിയതും. ഈ പറഞ്ഞ ചാവക്കാട് പച്ച, ചാവക്കാട് ഓറഞ്ച്, പിന്നെ ഗംഗാബോന്തം, ഇതൊക്കെ ഏതാണ്? ഉയരം കുറഞ്ഞ ഇനങ്ങളുമാണ്. ഓക്കെ, ശരി. ഇനി നമ്മുടെ ഈ കാസർഗോഡ് തോട്ടവിള ഗവേഷണ കേന്ദ്രം കേട്ടോ, കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തെ വികസിപ്പിച്ചെടുത്ത തെങ്ങിനങ്ങളുണ്ട്. അതാണ് T*Dയും D*Tയും കേട്ടോ. T*D, അത് നമുക്ക് PSC ചോദിച്ചിട്ടുണ്ട്. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം കാസർഗോഡ് അവർ വികസിപ്പിച്ചെടുത്ത തെങ്ങിനങ്ങൾ ഏതൊക്കെയെന്നാണ്? T*Dയും D*Tയും ആണ് ആൻസർ.
ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യം നോക്കാവേ. താഴെ പറയുന്നവയിൽ ഏത് രാസവസ്തുവാണ് മണ്ണിൻ്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത്? താഴെ പറയുന്നതിൽ ഏത് രാസവസ്തുവാണ് മണ്ണിൻ്റെ ജൈവാംശം തിരിച്ചറിയാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ ഓപ്ഷൻ സി ഹൈഡ്രജൻ പെറോക്സൈഡ്. ഏതാണ്? ഹൈഡ്രജൻ പെറോക്സൈഡാണ് ആൻസർ. ഓക്കെ, അപ്പം നമുക്ക് ഈ മണ്ണുമായി ബന്ധപ്പെട്ട് ചോദിച്ച ഒന്ന് രണ്ട് വെറൈറ്റി ചോദ്യങ്ങളുണ്ട്. അതായത് നമ്മുടെ കൃഷിക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH ചോദിച്ചിട്ടുണ്ട്. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH 5.5 മുതൽ 6.5 വരെയാണ് കേട്ടോ. കൃഷിക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH 5.5 മുതൽ 6.5 വരെയാണ്. 5.5 മുതൽ 6.5 വരെയാണ് കൃഷിക്ക് അനുയോജ്യമായ മണ്ണിൻ്റെ pH. ഈ മണ്ണിൻ്റെ pH ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചേർക്കുന്ന സാധനങ്ങളാണ് കുമ്മായം, ഡോളമൈറ്റ്, നീറ്റിക്കക്ക എന്നിവ. അത് ചോദിക്കും, ഓർത്ത് വെച്ചോണേ. മണ്ണിൻ്റെ pH ക്രമീകരിക്കാനായി ചേർക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ മനസ്സിലായാലും നിങ്ങൾക്ക് കുമ്മായം, ഡോളമൈറ്റ്, നീറ്റിക്കക്ക. ഓക്കെ, അത് ഓർത്ത് വെച്ചോണേ. അടുത്ത ലോക വനദിനമൊക്കെ നമ്മൾ സ്ഥിരം ക്ലാസ്സുകൾ എടുക്കുന്നത് നിങ്ങൾക്ക് അറിയാവുന്നത് തന്നെയാണ്. മാർച്ച് 21 വനദിനം. ഒരു കോഡൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്താണ്? വനജയുടെ കാൽക്ഷയം. അതായത് മാർച്ച് 21 വനദിനം, മാർച്ച് 22 ജലദിനം, മാർച്ച് 23 കാലാവസ്ഥാ ദിനം, മാർച്ച് 24 ക്ഷയരോഗ ദിനം. കോഡ് ഓർത്ത് വെച്ചോണം. വനജയുടെ കാലിൽ ക്ഷയം. ഓക്കെ, മാർച്ച് 21 വനദിനം, മാർച്ച് 22 ജലദിനം, മാർച്ച് 23 കാലാവസ്ഥാ ദിനം, മാർച്ച് 24 ക്ഷയരോഗ ദിനം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അതിനുമുമ്പ് ഒരു ചോദ്യം ചോദിക്കട്ടെ. അന്താരാഷ്ട്ര വനവർഷം ഏതാ? യുഎന്നിൻ്റെ വനവർഷം ഏതാ? യുഎന്നിൻ്റെ വനവർഷം ചോദിച്ചാൽ 2011 കേട്ടോ. യുഎൻ്റെ വനവർഷം ഏതാണ്? 2011 യുഎന്നിൻ്റെ വനവർഷം. ഓക്കെ, അടുത്ത് ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ ബി ജോൺ ഡാൾട്ടൺ ആണ്. ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ഓക്കെ, നമുക്കറിയാം ആറ്റം കണ്ടെത്തിയതും ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ചതും ആര് തന്നെയാണ്? ജോൺ ഡാൾട്ടൺ തന്നെയാണ്. ഓക്കെ, ഈ ആറ്റവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യം ഞാൻ പറഞ്ഞുതരാവേ പിള്ളേരെ. ഈ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയാണെന്നറിയാമോ? ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ഏണസ്റ്റ് റൂദർഫോർഡാണ്. ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡാണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത്. ഓക്കെ, അതിൽ ആറ്റത്തിൻ്റെ കണികകൾ നമുക്കറിയാം. ഏതൊക്കെയാണ് ആറ്റത്തിൻ്റെ കണികകൾ? പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ. ഓക്കെ, ഇത് മൂന്നും കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ അത് പഠിക്കാനായിട്ടൊരു കോഡുണ്ട്. ആ കോഡ് ഇങ്ങനെയാണ്: PEN. അതിങ്ങനെ PEN എന്ന് താഴോട്ട് എഴുതിയിട്ട്, ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളിതൊക്കെ മറന്നു കാണും. PEN എന്ന് താഴോട്ട് എഴുതിയിട്ട് RTC എന്ന് ഇപ്പുറത്തോട്ട് താഴോട്ട് എഴുതുക. ഓക്കെ, ഇനി നിങ്ങൾ നോക്കിയാൽ മതി. P എന്ന് വെച്ചാൽ പ്രോട്ടോൺ കണ്ടെത്തിയത് ആരാ? റുദർഫോർഡ്. E എന്ന് വെച്ചാൽ ഇലക്ട്രോൺ കണ്ടെത്തിയ ആരാ? J.J. തോംസൺ. N എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂട്രോൺ കണ്ടെത്തിയ ആരാ? ജെയിംസ് ചാഡ്വിക്ക്. ആരാണ്? ജെയിംസ് ചാഡ്വിക്ക്. അപ്പം പ്രോട്ടോൺ റൂദർഫോർഡ്, ഇലക്ട്രോൺ ആരാ? J.J. തോംസൺ, ന്യൂട്രോൺ ആരാണ്? ജെയിംസ് ചാഡ്വിക്ക്. ഇനി അടുത്ത് ചാർജുകൾ പഠിച്ചോണേ പിള്ളേരെ. ഈ പ്രോട്ടോണിൻ്റെ ചാർജ് എന്താ? പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ്. ഓക്കെ, ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താ? ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവാണ്. ന്യൂട്രോണിന് ചാർജ് ഉണ്ടോ? ന്യൂട്രോണിന് ചാർജ് ഇല്ല, ന്യൂട്രലാണ് കേട്ടോ. എന്താണ്? ന്യൂട്രലാണ് ചാർജ്. ഓക്കെ, അപ്പോൾ പ്രോട്ടോൺ പോസിറ്റീവ്, ഇലക്ട്രോൺ നെഗറ്റീവ്, ന്യൂട്രൽ, ചാർജ് ഇല്ല. ഓക്കെ, അത് ഓർത്തോണം കേട്ടോ. വേറെ നമ്മൾ ആറ്റുമായിട്ട് ബന്ധപ്പെട്ട മോഡൽസൊക്കെ വേറെ ചോദ്യത്തിൽ വരുന്നുണ്ട്. അത് നമുക്ക് അപ്പം നോക്കാം. അപ്പോൾ ഇപ്പം പറഞ്ഞൊന്നുകൂടെ ഓർത്ത് വെച്ചോണം. ആറ്റം കണ്ടെത്തിയത് ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റം തിയറി ആവിഷ്കരിച്ചതും ജോൺ ഡാൾട്ടൺ ആണ്. ആറ്റത്തിൻ്റെ ന്യൂക്ലിയസ് കണ്ടെത്തിയത് ആരാ? അത് ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. പ്രോട്ടോൺ കണ്ടെത്തിയതും ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഇലക്ട്രോൺ കണ്ടെത്തിയത് J.J. തോംസൺ ആണ്. ന്യൂട്രോൺ കണ്ടെത്തിയത് ജെയിംസ് ചാഡ്വിക്ക് ആണ്. പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവ്, ന്യൂട്രോണിൻ്റെ ചാർജ് ഇല്ല, ന്യൂട്രലാണ്. ഇലക്ട്രോണിൻ്റെ ചാർജ് എന്താണ്? നെഗറ്റീവാണ്. ഓക്കെ, അപ്പോൾ അത്രയും നിങ്ങൾ പഠിച്ചു. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. സിങ്കിൻ്റെ അയിര് ഏതാണ്? സിങ്കിൻ്റെ അയിര് ഏതാ പിള്ളേരെ? സിങ്കിൻ്റെ അയിര് ഓപ്ഷൻ ഡി കലാമിനാണ് കേട്ടോ. കലാമിനാണ് സിങ്കിൻ്റെ അയിര്. അപ്പോൾ സിങ്കിൻ്റെ അയിര് ഏതാണ്? കലാമിനാണ് കേട്ടോ. ഓപ്ഷൻ ഡി കലാമിനാണ് സിങ്കിൻ്റെ അയിര്. ഓക്കെ, ഇവിടെ പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ് ഇതെല്ലാം എന്താണ്? ഇരുമ്പിൻ്റെ അയിരുകളാണ്. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ് ഇത് നമുക്ക് പല തവണ ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ് ഇരുമ്പിൻ്റെ അയിരുകളാണ്. ഓക്കെ, അതുപോലെ മോണോസൈറ്റ് എന്തിൻ്റെ അയിരാണ്?
മോണോസൈറ്റ് എന്തിൻ്റെ ആയിരുന്നറിയാമോ? മോണോസൈറ്റ് തോറിയത്തിൻ്റെ അയിരാണ് ഏത്? മോണോസൈറ്റ്. കേട്ടോ, നമ്മുടെ കേരളത്തിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ തമിഴ്നാടിൻ്റെയും തീരപ്രദേശത്തൊക്കെ കിട്ടുമെന്നും പറഞ്ഞിട്ട് നമ്മളത് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അത് ഏതാണ്? അത് തോറിയത്തിൻ്റെ അയിരായ മോണോസൈറ്റാണ്. സിന്നബാർ എന്തിൻ്റെ അയിരാണ്? സിന്നബാർ മെർക്കുറിയുടെ അയിരാണ്. എന്തിൻ്റെ അയിരാണ് പിള്ളേരെ? മെർക്കുറിയുടെ അയിരാണ് സിന്നബാർ. മെർക്കുറിയുടെ അയിരാണ് എന്ത്? സിന്നബാർ. ഓക്കെ. ഇൽമനൈറ്റും റൂട്ടൈലും എന്തിൻ്റെ അയിരാണ്? ഇൽമനൈറ്റും റൂട്ടൈലും ടൈറ്റാനിയത്തിൻ്റെ അയിരുകളാണ് ഇൽമനൈറ്റും റൂട്ടൈലും. ഓക്കെ, അപ്പോൾ അത്രയും നിങ്ങൾ പഠിച്ചു. നമ്മൾ പറഞ്ഞു സിങ്കിൻ്റെ അയിര് ഏതാണ്? കലാമിൻ. ഹേമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, സിഡറൈറ്റ് ഏതാണ്? ഇരുമ്പിൻ്റെ അയിരുകളാണ്. അടുത്ത മോണോസൈറ്റ് എന്തിൻ്റെ അയിരാണ്? തോറിയത്തിൻ്റെ അയിരാണ് മോണോസൈറ്റ്. സിന്നബാർ എന്താ? സിന്നബാർ മെർക്കുറിയുടെ അയിരാണ്. ഇൽമനൈറ്റ് റൂട്ടൈൽ എന്തിൻ്റെ അയിരാണ്? റൂട്ടൈൽ ടൈറ്റാനിയത്തിൻ്റെ അയിരാണ് ഇൽമനൈറ്റും റൂട്ടൈലും. ഓക്കെ, അടുത്ത ചോദ്യം ഏതാ? കാലാവസ്ഥാ ബലൂണുകളിൽ നിറയ്ക്കുന്നതിനായി ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏത്? കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകമാണ് ഏത് കുട്ടികളെ? ഹീലിയം. ഏതാണ്? ഹീലിയമാണ് ആൻസർ കേട്ടോ. സോറി, ഒരു സെക്കൻഡ്, എല്ലാം പോയി. ഒരു സെക്കൻഡ് വെയിറ്റ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ ഏതാ കുട്ടികളുടെ ആൻസർ വരുന്നത്? ഹീലിയം. ഏതാണ് ആൻസർ വരുന്നത്? ഹീലിയമാണ് ആൻസർ വരുന്നത്. ഓക്കെ, ഈ ഉത്കൃഷ്ടവാതകങ്ങൾ നമുക്ക് ചോദിക്കും കേട്ടോ. എത്രാമത്തെ ഗ്രൂപ്പിലാണ് പീരിയോഡ് ടേബിൾ എത്രാമത്തെ ഗ്രൂപ്പിലാണ് ഉത്കൃഷ്ടവാതകങ്ങൾ വരുന്നത്? എത്രാമത്തെ ഗ്രൂപ്പിലാണ്? 18ാമത്തെ ഗ്രൂപ്പിലാണ് ഉത്കൃഷ്ടവാതകങ്ങൾ വരുന്നത്. എത്രാമത്തെ ഗ്രൂപ്പിലാണ്? 18ാമത്തെ ഗ്രൂപ്പിലാണ് ഉത്കൃഷ്ടവാതകങ്ങൾ വരുന്നത്. ഉത്കൃഷ്ടവാതകങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ, ഓർഗാനസോൺ. ഏതൊക്കെയാ? ഹീലിയം, നിയോൺ, ആർഗോൺ. മനസ്സിലായല്ലോ? ഹീലിയം, നിയോൺ, ആർഗൺ. അങ്ങനെ 3 വെച്ച് പഠിച്ചേ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ, പിന്നെ ഓർഗാനസോൺ. ഏതാണ്? ഓർഗാനസോൺ. അപ്പോൾ പഠിച്ചല്ലോ. ഹീലിയം, നിയോൺ, ആർഗൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ, ഓർഗാനസോൺ. അപ്പോൾ ഇതെല്ലാമാണ് എന്ത്? ഉത്കൃഷ്ടവാതകങ്ങൾ. ഈ ഉത്കൃഷ്ടവാതകങ്ങളെ കണ്ടെത്തിയ ആരെന്നറിയാവോ? വില്യം റാംസെയാണ് എന്ത് കണ്ടെത്തിയത്? ഉത്കൃഷ്ടവാതകങ്ങളെ കണ്ടെത്തിയത്. അപ്പോൾ ഉത്കൃഷ്ടവാതകങ്ങളെ കണ്ടെത്തിയത് ആരാണ് പിള്ളേരെ? വില്യം റാംസെയാണ്. ഈ പരസ്യ ബോർഡുകളിലും ട്യൂബ് ലൈറ്റുകളിലും ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകം ഏതാണ്? പരസ്യ ബോർഡുകളിലും ട്യൂബ് ലൈറ്റുകളിൽ ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകമാണ് അല്ലെങ്കിൽ അലസവാതകമാണ് നിയോൺ. ഏതാണ് പിള്ളേരെ? നിയോൺ. ഓക്കെ, അപ്പോൾ അത് ഓർത്ത് വെച്ചോണം. 18ാം ഗ്രൂപ്പിൽ ഉൾപ്പെടുന്നു ഹീലിയം, നിയോൺ, ആർഗോൺ, ക്രിപ്റ്റോൺ, സെനോൺ, റെഡോൺ, ഓർഗാനസോൺ എന്നിവയാണ് ഉത്കൃഷ്ടവാതകങ്ങൾ. വില്യം റാംസെയാണ് എന്ത് കണ്ടെത്തിയത്? ഉത്കൃഷ്ടവാതകങ്ങൾ കണ്ടെത്തിയത്. പരസ്യ ബോർഡുകളിലും ട്യൂബ് ലൈറ്റുകളിൽ ഉപയോഗിക്കുന്ന ഉത്കൃഷ്ടവാതകമാണ് ഏത്? നിയോൺ. ഓക്കെ, എന്തുകൊണ്ടാണ് ഹീലിയം ഉപയോഗിക്കുന്നതെന്ന് അറിയോ നിങ്ങൾക്ക്? ഹീലിയം ഉപയോഗിക്കാനുള്ള കാരണം ഹീലിയം വേഗത്തിൽ തീ പിടിക്കത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഹീലിയം ഉപയോഗിക്കുന്നത്. എവിടെ ഉപയോഗിക്കുന്നത്? കാലാവസ്ഥാ ബലൂണുകളിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്തത് 74ാം ചോദ്യം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം ഏതാണ്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഏതാ പിള്ളേരെ? അത് ഓക്സിജനാണ്. ഓക്സിജൻ, ഹൈഡ്രജൻ നമ്മൾ സെപ്പറേറ്റ് ക്ലാസ് ഇടും കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കൂടുതൽ പറയുന്നില്ല. ഭൂവൽക്കത്തിൽ 45% കാണപ്പെടുന്നത്, അത് നമ്മുടെ ഭൂമിയുടെ സർഫസിൽ 45% കാണപ്പെടുന്ന വാതകം ഏതാണ്? അത് നമ്മുടെ ഓക്സിജനാണ് കേട്ടോ. ഓക്സിജൻ്റെ ക്ലാസ് വരും. ഓക്കെ, അടുത്ത് വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. ഏതാണ്? സൾഫ്യൂരിക് ആസിഡ്. രാസവസ്തുക്കളുടെ രാജാവ് എന്നറിയപ്പെടുന്ന സൾഫ്യൂരിക് ആസിഡാണ് വാഹനങ്ങളുടെ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ്. ഓക്കെ, ഈ സൾഫ്യൂരിക് ആസിഡുമായി ബന്ധപ്പെട്ട ക്ലാസ്സൊക്കെ നമ്മൾ LGSൻ്റെ കമ്പൈൻ സ്റ്റഡിയിൽ തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കാണാത്ത ആൾക്കാർ അത് കണ്ടു നോക്കണം. എന്നാലും മുന്നോട്ട് പോകുന്ന സമയത്ത് വേറെ ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഓർത്ത് വെച്ച് വേണം കേട്ടോ. വാഹന ബാറ്ററി ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? സൾഫ്യൂരിക് ആസിഡാണ്. ഈ സൾഫ്യൂരിക് ആസിഡിനെ അറിയപ്പെടുന്നത് എന്താണ്? രാസവസ്തുക്കളുടെ രാജാവ് എന്നാണ്. ഓക്കെ, അടുത്ത് ഒരു വസ്തുവിൻ്റെ വേഗതയെ സംബന്ധിച്ച് താഴെ പറയുന്നതിൽ ഏത് സമവാക്യമാണ് ശരിയല്ലാത്തത്? ഓക്കെ, നമുക്ക് നോക്കാം. ദൂരം ഈക്വൽ ടു വേഗത ഇൻറ്റു സമയം. ശരിയാണോ? ദൂരം ഈക്വൽ ടു വേഗത ഇൻറ്റു സമയമാണോ? അത് ശരിയാണ്. ഓക്കെ, അടുത്ത് വേഗത ഈക്വൽ ടു ദൂരം ബൈ സമയം. നമ്മൾ ദൂരത്തെ സമയം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് വേഗത കിട്ടും. ശരിയാണ്. അടുത്ത് വേഗത ഈക്വൽ ടു ദൂരം ഇൻറ്റു സമയം. അത് ശരിയാണ്.
അത് ശരിയല്ല. അപ്പോൾ അവിടെ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ സി ആണ്. വേഗത കണ്ടെത്താനുള്ള ഇക്വേഷൻ ദൂരം ബൈ സമയമാണ്. ദൂരം ബൈ സമയം കേട്ടോ, അതാണ് ശരിയായിട്ടുള്ളത്. ഇവിടെ കൊടുത്തിരിക്കുന്നത് തെറ്റാണ്. ഓക്കെ, ശരി. ഇനി അടുത്ത ചോദ്യം, പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാണ്? പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാ പിള്ളേരെ? പ്രവൃത്തിയുടെ യൂണിറ്റ് ഏതാ? പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണ്. ഏതാണ് കുട്ടികളെ? ജൂളാണ് പ്രവൃത്തിയുടെ യൂണിറ്റ്. ഓക്കെ, പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണ്. എങ്കിൽ പറഞ്ഞാൽ പവറിൻ്റെ യൂണിറ്റ് എന്താ? പവറിൻ്റെ യൂണിറ്റ് വാട്ടാണ്. പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ടാണ് പവറിൻ്റെ യൂണിറ്റ്. പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ടാണ്. അതുപോലെ നമുക്ക് പലപ്പോഴായി ചോദിക്കുന്നൊരു സാധനമാണ് ഈ പറയുന്ന അന്തരീക്ഷമർദ്ദം. അന്തരീക്ഷമർദ്ദത്തിൻ്റെ യൂണിറ്റ് ചോദിക്കാറുണ്ട്. അന്തരീക്ഷമർദ്ദത്തിൻ്റെ യൂണിറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? മില്ലി ബാറും ഹെക്ടോ പാസ്കലും. മില്ലി ബാറും ഹെക്ടോ പാസ്കലുമാണ് അന്തരീക്ഷമർദ്ദത്തിൻ്റെ യൂണിറ്റ്. ഓക്കെ, വൈദ്യുത പ്രവാഹത്തിൻ്റെ യൂണിറ്റ് എന്താ? വൈദ്യുത പ്രവാഹത്തിൻ്റെ യൂണിറ്റ് എന്താ? വൈദ്യുത പ്രവാഹത്തിൻ്റെ യൂണിറ്റ് ആംപെയറാണ്. വൈദ്യുത പ്രവാഹത്തിൻ്റെ യൂണിറ്റ് എന്താണ്? ആംപെയറാണ് വൈദ്യുത പ്രവാഹത്തിൻ്റെ യൂണിറ്റ്. ഓക്കെ, ബലത്തിൻ്റെ യൂണിറ്റ് എന്താ? ബലത്തിൻ്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. ബലത്തിൻ്റെ യൂണിറ്റ് എന്താണ് പിള്ളേരെ? ന്യൂട്ടനാണ് ബലത്തിൻ്റെ യൂണിറ്റ്. ഓക്കെ, വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് എന്താ? വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് എന്താ? വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ് കൂളോമാണ്. എന്താണ്? കൂളോമാണ് വൈദ്യുത ചാർജിൻ്റെ യൂണിറ്റ്. ഓക്കെ, വൈദ്യുത പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് എന്താ? വൈദ്യുത പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് ഓമാണ്. വൈദ്യുത പ്രതിരോധത്തിൻ്റെ യൂണിറ്റ് എന്താണ് കുട്ടികളെ? ഓമാണ് വൈദ്യുത പ്രതിരോധത്തിൻ്റെ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെച്ചോണേ കേട്ടാ. പ്രവൃത്തിയുടെ യൂണിറ്റ് ജൂളാണ്. പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ടാണ്. പവറിൻ്റെ യൂണിറ്റ് എന്താണ്? വാട്ടാണ്. നമ്മൾ പറയും വാട്ടേ പവർ എന്നൊക്കെ പറയത്തില്ലേ? വാട്ടേ പവർ എന്നൊക്കെ പറയത്തില്ലേ? ഓക്കെ, അടുത്ത അന്തരീക്ഷ മർദ്ദം മില്ലി ബാറും ഹെക്ടോ പാസ്കലും. മില്ലി ബാറും ഹെക്ടോ പാസ്കലും. വൈദ്യുത പ്രവാഹം പറഞ്ഞ വൈദ്യുത പ്രവാഹം ഏതാ? ആംപെയർ. ആംപെയറാണ് വൈദ്യുത പ്രവാഹം. ബലം ഏതാ? ബലം ന്യൂട്ടനാണ്. ബലം ഏതാണ് പിള്ളേരെ? ന്യൂട്ടനാണ്. വൈദ്യുത ചാർജ് ഏതാ? കൂളോമാണ് വൈദ്യുത ചാർജ്. വൈദ്യുത പ്രതിരോധം ഏതാ? ഓമാണ് വൈദ്യുത പ്രതിരോധത്തിൻ്റെ യൂണിറ്റ്. ഓക്കെ, ശരി. ഇനി അടുത്ത ചോദ്യം, ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേരെന്താണ്? അത് നമുക്ക് എപ്പോഴും ചോദിക്കുന്നതാണ്. ISRO, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, അല്ലെങ്കിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രം കേട്ടോ. ISRO ആണ് ഇന്ത്യയുടെ ബഹിരാകാശ ഏജൻസിയുടെ പേര് കേട്ടോ. നാസ ആരുടേതാ? നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ. നാസ എവിടത്തെയാണ്? നാസ അമേരിക്കയുടേതാണ് കേട്ടോ, അമേരിക്ക. അതുപോലെ ESA ചോദിക്കുകയാണെങ്കിൽ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടേതാണ് ESA കേട്ടോ. ESA യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടേതാണ്. അതുപോലെ JAXA ഉണ്ട്. JAXA. അതിൻ്റെ പൂർണ്ണരൂപം ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസി കേട്ടോ. JAXA ജപ്പാൻ എയറോസ്പേസ് എക്സ്പ്ലോറേഷൻ ഏജൻസിയാണ് JAXA കേട്ടോ. അതുപോലെ CNSA എന്താ? CNSA ചൈന നാഷണൽ സ്പേസ് ഏജൻസി. ചൈന നാഷണൽ സ്പേസ് ഏജൻസിയാണ് CNSA. അപ്പോൾ നമുക്കിതൊക്കെ ചോദിക്കും. അതുപോലെ RSA സൗത്ത് ആഫ്രിക്കയാണ് കേട്ടോ. RSA ആരുടേതാണ്? സൗത്ത് ആഫ്രിക്കയുടേതാണ് RSA. ഓക്കെ, അത് ഓർത്ത് വെച്ചോണേ കേട്ടോ. അപ്പം നാസ അമേരിക്ക, ISRO ഇന്ത്യ, CNSA ചൈന, JAXA ജപ്പാൻ. ഓക്കെ, അടുത്ത ചോദ്യം, മനുഷ്യൻ്റെ ശരാശരി ശരീര ഊഷ്മാവ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആണ്? എത്രയാണ്? അതൊക്കെ സ്ഥിരം ചോദിക്കുന്നതാണ്. 37 ഡിഗ്രി സെൽഷ്യസ് ആണ്. എത്രയാണ്? 37 ഡിഗ്രി സെൽഷ്യസ് ആണ് മനുഷ്യൻ്റെ ശരാശരി ശരീരോഷ്മാവ്. ഓക്കെ, ഈ ശരീരോഷ്മാവ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാ? ശരീരോഷ്മാവ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഉപകരണമാണ് ക്ലിനിക്കൽ തെർമോമീറ്റർ. ഏതാണ്? ക്ലിനിക്കൽ തെർമോമീറ്റർ. ഈ ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്നത് ഫാരൻഹീറ്റാണ്. എന്നാൽ കുട്ടികളെ, ഫാരൻഹീറ്റ് എന്ന് പറയുന്ന താപനിലയുടെ യൂണിറ്റാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ ഡിഗ്രി സെൽഷ്യസ് അല്ല ഉപയോഗിക്കുന്നത്, ഫാരൻഹീറ്റ്. താപനിലയുടെ 3 യൂണിറ്റ് നിങ്ങൾക്ക് അറിയാം. ഏതൊക്കെയാണ്? ഡിഗ്രി സെൽഷ്യസും ഫാരൻഹീറ്റും കെൽവിനും. ഇത് 3ഉമാണ് താപനിലയുടെ യൂണിറ്റുകൾ. ഇതിൽ നമ്മുടെ ശരീര താപനില അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ക്ലിനിക്കൽ തെർമോമീറ്ററിൽ ഉപയോഗിക്കുന്നത് ഏത് യൂണിറ്റാണ് കുട്ടികളെ? അത് ഫാരൻഹീറ്റാണ്. ഏതാണ്? ഫാരൻഹീറ്റാണ് കേട്ടോ. അത് ഓർത്ത് വെച്ചോണേ. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടെത്തിയത് ആരാ? ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടെത്തിയത് തോമസ് ക്ലിഫോർഡ് ആൽബർട്ടാണ്. ക്ലിനിക്കൽ തെർമോമീറ്റർ കണ്ടെത്തിയത്. ഓക്കെ, അടുത്ത അവസാന ചോദ്യം, ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതാണ്? ഓക്കെ, ഒരു ലെൻസിൻ്റെ ഫോക്കസ് ദൂരവും പവറും തമ്മിൽ ബന്ധിപ്പിക്കുന്ന സമവാക്യം ഏതാണ്? സിമ്പിളാണ്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ A, P
പി ഈസ് ഈക്വൽ ടു 1/f ആണ് കേട്ടോ. പി ഈസ് ഈക്വൽ ടു 1/f ആണ് ആ സമവാക്യം. അത് പവർ കാണാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, 1/f ചെയ്താൽ മതിയാകും കേട്ടോ. ക്ലിയർ ആണല്ലോ. ഫോക്കസ് ദൂരം 1/, ഫോക്കസ് ദൂരം ചെയ്താൽ മതിയാവും. ഓക്കെ. ലെൻസിൻ്റെ പവർ കാണാനായിട്ട് ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാ, അല്ലെങ്കിൽ പവറിൻ്റെ യൂണിറ്റ് എന്താ? ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ് എന്താ? യൂണിറ്റ് ഡയോപ്റ്റർ ആണ്. എന്താണ് കുട്ടികളെ? ഡയോപ്റ്റർ ആണ്. ഓക്കെ, ശരി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. എനിക്ക് ജലദോഷമാണ്, തൊണ്ട വയ്യ, അതുകൊണ്ടാണ് സൗണ്ടിന് ചെറിയൊരു അറപ്പ് പോലെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ ശരിയാവും കേട്ടോ. ശരി, അപ്പം ഇത്രയാണ് നമ്മളിന്ന് പഠിച്ചത്. ഓക്കെ, അപ്പം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നല്ലപോലെ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടുന്നുണ്ടെന്ന് എല്ലാവരും ഡെയിലി കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നിങ്ങൾ കൃത്യമായി ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനൊരു ആവേശം തോന്നും. നിങ്ങളിത് പഠിക്കുന്നു, നന്നായി പഠിക്കുന്നു, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എന്ന് മനസ്സിലായതിൽ സന്തോഷമുണ്ട്. ഓക്കെ, ശരി. അപ്പോൾ ഇതിൻ്റെ PDF വേണമെന്നുണ്ടെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ 2 നമ്പറിൽ ഏതെങ്കിലും നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. വിളിക്കേണ്ട, വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ശരി.